2018 ജനുവരി 9 അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ലീന റഷീദ് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കാണുന്നു. അത് രാത്രി 9:56. അതേ വർഷം ഡിസംബർ 13 ജില്ലാ സെഷൻസ് കോടതി സീനിയർ ക്ലാർക്ക് മഹേഷ് മോഹൻ മെമ്മറി കാർഡിലെ ദൃശ്യം സ്വന്തം ഫോണിലിട്ട് കാണുന്നു. അത് രാത്രി 10:58. പേടിയോടെയല്ലാതെ വായിക്കാനാകില്ല എന്നാണ് അതിജീവിത മഹേഷ് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കണ്ടതിനെപ്പറ്റി പറഞ്ഞത്. ഫോൺ നശിപ്പിച്ചെന്ന് മഹേഷ് പറയുന്നു. തീർന്നില്ല. 2021 ജൂലൈ 19 എറണാകുളം CBI പ്രത്യേക കോടതി ശിരസ്തദാർ താജുദ്ദീനും മൊബൈൽ ഫോണിലിട്ട് ദൃശ്യം കാണുന്നു. ആ ഫോൺ പിന്നീട് കാണാതാകുന്നു. നടിയെ ആക്രമിച്ച കേസിന്റെ വിധി പറയേണ്ട ജഡ്ജിന്റെ റിപ്പോർട്ടിലാണ് ഇതെല്ലാം ഉള്ളത്. എവിടെ പോയി അതിജീവിതയുടെ സ്വകാര്യത? കോടതി തന്നെ അതിന്റെ വേദിയാകുമ്പോൾ നീതി തേടി പിന്നെ എവിടെയാണ് അവർ പോകേണ്ടത്? അതിജീവിതയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ അവർ ഇങ്ങനെ പറയുന്നു: ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ട കെട്ടി കരുത്തു പകരേണ്ട കോടതിയിൽ നിന്ന് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരും ആണെന്നത് സങ്കടകരമാണ്. എന്നിരുന്നാലും സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ല എന്ന വിശ്വാസത്തോടെ നീതി കിട്ടും വരെ പോരാട്ടം തുടരും. അവരുടെ ഈ വാക്കുകളിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു. ആരളക്കും അതിന്റെ ആഴം? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. അതിജീവിക്കേണ്ടത് ആരെയൊക്കെ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അതിജീവിതയുടെ അഭിഭാഷക TB മിനി, നിർമ്മാതാവ് സജി നന്ദ്യാട്ട്, അഭിഭാഷകൻ പ്രിയദർശൻ തമ്പി, ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ എന്നിവർ എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീമതി TB മിനി. ഇവിടെ ഇപ്പോൾ ഒരു സ്വകാര്യതാ ലംഘനം എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ഒപ്പം തന്നെ ഈ കേസിൻ്റെ വിചാരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിൻ്റെ വിധി പറയേണ്ട കോടതിയുടെ വിശ്വാസ്യതയെ നിങ്ങൾ ഈ പശ്ചാത്തലത്തിൽ സംശയിക്കുന്നുണ്ടോ? നമ്മൾ അങ്ങനെ സംശയിച്ചാൽ ഞങ്ങൾക്ക് ഈ കേസ് നടത്താൻ പറ്റില്ല. 2 പ്രാവശ്യം ഈ ജഡ്ജിനെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പെറ്റീഷൻ കൊടുത്ത ആളാണ് അതിജീവിത. എന്തായാലും ഈ കേസിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസിൽ ഒരു ജഡ്ജി ചെയ്യേണ്ട രീതിയിൽ പഴയ നിലയിലല്ലാതെ എല്ലാ കാര്യങ്ങളും ജഡ്ജി എഴുതിയെടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷെ അപ്പോഴും ജഡ്ജിക്കെതിരായിട്ടുള്ള ഒരു ആരോപണം പറയാനല്ല നമ്മൾ ശ്രമിക്കണത്. ഞങ്ങളുടെ ഇപ്പോൾ എത്രയോ കേസുകളിൽ നമ്മൾ ജില്ലാ ജഡ്ജിമാർ പറയുന്ന ജഡ്ജിമെൻറ്റിനെതിരെ ജില്ലാ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോകേണ്ടി വരും. നമുക്ക് ഒരു എൻക്വയറി അതോറിറ്റി ഒരു റിപ്പോർട്ട് വന്നാൽ ഈ കേസിൽ മാത്രമല്ല പല കേസുകളിലും നമ്മൾ അതിൻ്റെ അപ്പീൽ അതോറിറ്റിയിലേക്ക് പോകും. നമുക്ക് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ ആ സിസ്റ്റമാണ് നമ്മുടെ ജുഡീഷ്യറിയിൽ. പക്ഷേ ഇവിടെ ഒരു സെക്കൻഡ്, ഇവിടുത്തെ പ്രശ്നം ഈ പറയുന്ന മെമ്മറി കാർഡ് ദൃശ്യം അത് മറ്റുള്ളവർ അനധികൃതമായി കണ്ടു എന്ന് പറയുന്ന വിഷയത്തിൽ ഇതേ ജഡ്ജി ഇതുമായി ബന്ധപ്പെട്ട അതിജീവിതയുടെ ഉത്കണ്ഠകൾ, അതിജീവിതയുടെ ആശങ്കകൾ പരിഗണിക്കുകയുണ്ടായില്ല. അവർക്ക് താങ്കൾ ഈ പറയുന്നത് പോലെ ഈ ശ്രേണിയിൽ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരുന്നു. അല്ല, അതെന്തൊരു സമീപനമാണ് ഈ കോടതിയുടെ? മാത്രമല്ല, അങ്ങനെ അനുകൂലമായ വിധി ഉണ്ടാകുന്നു. ഈ ജഡ്ജി അല്ല ഇത് പരിശോധിക്കേണ്ടത്, പക്ഷെ ഈ ജഡ്ജി തന്നെ നിർബന്ധപൂർവ്വം അത് പരിശോധിക്കാൻ തയ്യാറാകുന്നു, അല്ലേ? ഇനി അങ്ങനെ ചെയ്താൽ പോലും അതിജീവിതയുടെ ഭാഗം കേൾക്കുക എന്നൊരു അവസരമുണ്ടല്ലോ, അത് നിഷേധിക്കപ്പെടുന്നു. ഈ ഹൈക്കോടതി കൊടുത്ത നിർദ്ദേശം എന്താണ്? ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ട ശാസ്ത്രീയമായ സംവിധാനങ്ങളുടെ പിന്തുണയോ സഹായമോ അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണ സംവിധാനത്തിന്റെ പിന്തുണയോ സഹായമോ ഇതെല്ലാം തേടാമെന്നാണ് പറയുന്നത്. ഇതൊന്നും തേടാതെ ഇരിക്കുന്നു. അപ്പോൾ എത്രമാത്രം പക്ഷപാതപരമായാണ് ഹൈക്കോടതി അർപ്പിച്ച ഒരു ചുമതല പോലും ഈ പറയുന്ന വിചാരണ കോടതി ജഡ്ജി നിർവഹിച്ചിരിക്കുന്നത്? ശരിയാണ്. പക്ഷേങ്കിലും ഞങ്ങളിതിൽ ഈ ജഡ്ജിക്കെതിരായിട്ട് 2 പ്രാവശ്യം ട്രാൻസ്ഫർ പെറ്റീഷൻ കൊടുത്തതാണ്. നമ്മളൊരു വനിതാ ജഡ്ജി ആവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ.
ഇന്ന വ്യക്തിയാവണമെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ഇതില്ല. ഏതെങ്കിലും ഒരു സ്ത്രീ ആയാൽ കുറേയും കൂടി നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ പറയാൻ കഴിയുമെന്നും മനസ്സിലാക്കാൻ കഴിയുമെന്ന് കരുതിയാണ് അന്ന് നമ്മൾ ഈ ഒരു ജഡ്ജിയെ, വനിതാ ജഡ്ജിയെ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടത്. പക്ഷെ ആ ജഡ്ജി വന്നു. അദ്ദേഹത്തിന് നമ്മൾക്ക് പല ഘട്ടങ്ങളിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ ഉന്നയിച്ചു. ഇതേ കാര്യം ഉന്നയിച്ച് ഞങ്ങൾ സുപ്രീം കോടതി വരെ പോയതാണ്. സുപ്രീം കോടതി ഈ ജഡ്ജി എന്നെ തുടരട്ടെ എന്ന് പറഞ്ഞതിൽ അവർ അച്ചടക്കത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അവരെ മാറ്റണമെന്ന് ഇനി പറയുന്നതിൽ ഒരു സാങ്കത്യവുമില്ല, ഒരു ശരിയുമില്ല. കാരണം സുപ്രീം കോടതിയുടെ വിധിയെ സ്വാഗതം ചെയ്യുകയും അല്ലെങ്കിൽ അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷെ ഇതിന് ഈ റിപ്പോർട്ടിൽ ഉടനീളം നമ്മൾക്ക് ആ ജഡ്ജി അവരുടെ തന്നെ റിപ്പോർട്ടിൽ അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ മിസ്റ്റേക്ക് ഉണ്ടായി എന്ന് അവർ സമ്മതിക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 10/1/20 ബൈജു പൗലോസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ഞാൻ അത്തരം സാങ്കേതികമായിട്ടുള്ള മറ്റു വിശദാംശങ്ങളിലേക്ക് വരാം. ഇനി ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ സജി നന്ദ്യാട്ട്, ഇവിടെ ഈ ജഡ്ജിൽ നിന്ന് ദിലീപിന് അനുകൂലമായ വിധി ഉണ്ടാകും എന്ന വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. അപ്പോഴൊക്കെ അത് അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കുന്നവരുടെ ഒരു മുൻധാരണ, അത്യുത്സാഹം, അങ്ങനെയൊക്കെയുള്ള വാദഗതികളാണ് എതിർപക്ഷത്ത് നിന്നുള്ള ഉന്നയിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ ജഡ്ജ് ഈ അതിജീവിതയുടെ സ്വകാര്യതാ ലംഘനവുമായി ബന്ധപ്പെട്ട പരമപ്രധാനമായൊരു വിഷയത്തിൽ ഇതിൻ്റെ 1-ാം ദിനം മുതൽ എന്തിലാണോ ആശങ്കപ്പെട്ടിരുന്നത് ആ കാര്യത്തിൻ്റെ പരിശോധനാ റിപ്പോർട്ടിൽ എത്രമാത്രം ഏകപക്ഷീയമായാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ അവർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി എന്ന് പറയുന്ന ഈ റിപ്പോർട്ടിലൂടെ സാധൂകരിക്കപ്പെടുകയല്ലേ? അല്ല വേണു, നമ്മുടെ ഒരു ജഡ്ജ് നമ്മുടെ ഇഷ്ടമനുസരിച്ച് പെരുമാറണം എന്ന് പറഞ്ഞതിനപ്പുറം നീതിപൂർവം പെരുമാറണം എന്ന് പറയുന്നതാണ് അതിന്റെ ശരി. ഇവിടെ ആ ജഡ്ജി തന്നെയാണ് ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. 3 വട്ടം ഈ മെമ്മറി കാർഡ് തുറന്നു. അപ്പോൾ ഈ പറയുന്നത് എന്താണ് അർത്ഥമുള്ളത്? ഒരു വൺ സൈഡഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജഡ്ജി ആണെങ്കിൽ എന്തുകൊണ്ട് 3 വട്ടം മെമ്മറി കാർഡ് തുറന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കണം? ഇതൊരു സൂചന മാത്രമാണ്, അല്ലെ? സ്ഥിരീകരിച്ചിട്ട് നമ്മുടെ മുമ്പിലില്ല, മറിച്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ഹൈക്കോടതിക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അല്ല, അത് വിചാരണ ജഡ്ജിയുടെ വിശാല മനസ്സല്ല. അത് ഈ പറയുന്ന ഫോറൻസിക് പരിശോധനയിലൂടെ ശാസ്ത്രീയമായി തന്നെ കണ്ടെത്തപ്പെട്ട കാര്യങ്ങളാണ്. ശ്രീ സജി നന്ദ്യാട്ട്, അങ്ങ് തുടർന്നോളൂ. അല്ല വേണു, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ 3 പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ആ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അതിനെ നമ്മൾ ഒരിക്കലും അനുകൂലിക്കത്തില്ല. ഒരു പെൺകുട്ടി, അതൊരു നടിയോ അങ്ങനെയൊന്നും അല്ല പ്രശ്നം, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതിന് ആ ചോർന്നതിന് ആരാണ് ഉത്തരവാദി, അവരെ ശിക്ഷിക്കണം എന്ന കാര്യത്തിൽ നമുക്കൊന്നും തർക്കമില്ലല്ലോ. പക്ഷേ നമ്മളിവിടെ ഈ ചെസ്റ്റിലിരിക്കുന്ന ചെസ്റ്റിലാണ് സൂക്ഷിക്കുന്നത്. കാരണം ട്രഷറിയുടെ ചെസ്റ്റിലാണ് ഈ മെമ്മറി കാർഡ് സൂക്ഷിക്കുന്നത്. ആ ചെസ്റ്റിലിരിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ജഡ്ജാണ്. അത് സംബന്ധിച്ചു സാങ്കേതികമായും ശരിയാണ്, നിയമപരമായും ശരിയാണ്. പക്ഷേ ഇത് കൈകാര്യം ചെയ്യുന്നത് ജഡ്ജല്ല. അവിടെയാണ് പോയിന്റ്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ 3 പേര് ഇത് കണ്ടതായി, ഒരു ജഡ്ജി ഉൾപ്പെടുന്നവർ 3 പേര് കണ്ടതായി പറയുന്നത്. രാത്രി 9:56 ഒരു മഹേഷ് എന്നൊക്കെ പറഞ്ഞ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. സ്ഥിരീകരിച്ചോ എന്നറിയില്ല, റിപ്പോർട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഇതിനകത്ത് കാര്യങ്ങൾ ആദ്യം മുതൽ ഒരു ജഡ്ജിക്കെതിരാണ്. കാരണം എന്താണ്? ഈ ജഡ്ജിനെതിരായി ആദ്യം മുതൽ, ഇപ്പൊ മെമ്മറി കാർഡ് ചോർന്നതിന് മുമ്പ് തന്നെ എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എതിരായിട്ട് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ ചർച്ചകളിലൂടെ ആദ്യം മുതൽ ഇവർ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നിൽ എന്ന് അറിയില്ല. കാരണം ഒരു സെക്കൻഡ് സജി, പക്ഷേ അങ്ങനെയൊക്കെ നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു പരമപ്രധാനപ്പെട്ട ആശങ്കയായിരുന്നു ഈ പറയുന്ന മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറ്റം അടക്കമുള്ള ഉത്കണ്ഠകൾ. അത് കുറഞ്ഞപക്ഷം ഹാഷ് വാല്യൂവിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന സാങ്കേതികമായ കാര്യത്തിലുള്ള ഇനിയും ആ കാര്യത്തിനകത്ത് നിങ്ങൾക്ക് തർക്കവിതർക്കങ്ങൾക്ക് ഒരുപക്ഷെ അവസരമുണ്ടാകും. പക്ഷേ ഈ കാര്യത്തിൽ വലിയ കെടുകാര്യസ്ഥത ഉണ്ടായിട്ടുണ്ട്, വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്.
അത് കേസെടുത്ത് തന്നെ കുറ്റവാളികളായി കണ്ടെത്തപ്പെടുന്നവരെ ശിക്ഷിക്കേണ്ട തരത്തിൽ തന്നെയുള്ള ഇടപെടലുകൾ ഇവരുടെയൊക്കെ മൂക്കിന് താഴെ നടന്നിട്ടുണ്ട് എന്ന് ഇവർക്ക് തന്നെ സമ്മതിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് ടി ബി മിനി, ഈ 2021 ജൂലൈ 19 എറണാകുളം CBIയുടെ പ്രത്യേക കോടതി ശിരസ്തദാർ താജുദ്ദീൻ ഇത് 10:56 കണ്ടിട്ടുണ്ടല്ലോ. അന്ന് ഈ CBIയുടെ പ്രത്യേക കോടതിയുടെ ചുമതല ഏത് ജഡ്ജിനായിരുന്നു? അല്ല, താജുദ്ദീൻ കണ്ടത് പകല് 12 മണിക്കാണ്. ശരി. ഈ CBIയുടെ 19/7/21 ശരി, പകല് 10 മണി, രാത്രിയല്ല. ശരി, അത് മഹേഷാണ് 10:56. അല്ലല്ല, അത് തിരുത്തുന്നു. ഞാൻ ചോദിക്കുന്നത് അതല്ല എന്റെ ചോദ്യം. ഈ CBI പ്രത്യേക കോടതി ജഡ്ജി ആരായിരുന്നു അപ്പോൾ? താജുദ്ദീൻ കണ്ടു, ഇവർ തന്നെയായിരുന്നു. ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇതിനു മുൻപ് ഈ പറയുന്ന 2 പരിശോധനകളെ പറ്റി ഈ റിപ്പോർട്ടിൽ ഉള്ളതായി അറിയാൻ കഴിയുന്നത് കോടതിയുടെ അനുമതിയോടെ 2 പരിശോധനയും നടന്നു, അതിൽ തെറ്റില്ല. പക്ഷെ താജുദ്ദീൻ മൊബൈലിൽ നടത്തിയ പരിശോധന അനധികൃതമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് മിനി? ഈ വിചാരണ ജഡ്ജിയുടെ കീഴിലുള്ള താജുദ്ദീന്റെ പരിശോധന മാത്രം അനധികൃതമെന്നാണോ? അല്ല, ഇതില് അതൊക്കെ തെറ്റാണ്. കാരണം അത് ലീഗലായിട്ടുള്ള കാര്യങ്ങള് പൊതുജനങ്ങളെ ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കാൻ പറയുന്ന കാര്യങ്ങളാണ്. മജിസ്ട്രേറ്റ് 1 വർഷം അവരുടെ എനിക്കറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CBI പ്രത്യേക കോടതി ജഡ്ജിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഹണിയം വർഗീസിന്റെ കീഴിൽ ഈ ശിരസ്തദാർ താജുദ്ദീൻ ഇത് അനധികൃതമായി പരിശോധിച്ചുവെങ്കിൽ അതിനൊരു ഉത്തരവാദി ഉണ്ടാകണമല്ലോ. അതിനൊരു ഉത്തരവാദി ഉണ്ടാകണ്ടേ? അത് ആരാണ്? ഉണ്ടാകണല്ലോ. അതെ, അതിന്റെ വികാരിയസ് ലയബിലിറ്റി എന്ന് ഞങ്ങൾ പറയും. അത് ഈ കോടതിക്ക് എന്ന് വെച്ചാൽ നമുക്ക് വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട, ഹണിയം വർഗീസിനാണ് അതിന്റെ ഉത്തരവാദിത്തം അല്ലേ? അതെ. എന്ന് മാത്രവുമല്ല, താജുദ്ദീൻ പിന്നെ ഫോൺ പോയി എന്ന് പറയുന്നു. അത് അതേപടി വിഴുങ്ങുന്ന ഒരു റിപ്പോർട്ടും കൊടുക്കുകയാണ് ശ്രീ സജി നന്ദിയാട്ട്. അപ്പോ ഇവരുടെ കീഴിൽ ഇവരുടെ ഉത്തരവാദിത്വത്തിൽ പരിരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട രേഖ മൂന്നാമതൊരു വട്ടം കൂടി ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനുള്ള അവസരമുണ്ടാക്കുന്നു. അത് കീഴുദ്യോഗസ്ഥന് ചെയ്യാൻ കഴിയുന്ന ധൈര്യമുണ്ടെങ്കിൽ ആ മേലുദ്യോഗസ്ഥ പദവി വഹിക്കുന്ന ആൾ ഏത് തരത്തിലുള്ള ഈ വിഷയത്തിലെ സമീപനം എടുക്കുന്നയാളാണ് എന്ന് ഒരു അനുഭവം ഉണ്ടാകാം, ഒരു മുൻധാരണ ഉണ്ടാകാം, അതൊരു അനുകൂലമായ സാഹചര്യമായി അയാൾ കരുതിയിട്ടുണ്ടാകാം. അതിനുശേഷം അയാൾ അത് നശിപ്പിക്കുന്നു. ആ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ഒരു കുറ്റവാളി പ്രവൃത്തി എന്ന സ്വഭാവത്തിലല്ലാതെ അതൊരു റിപ്പോർട്ടായി ഈ ജഡ്ജ് എഴുതി വയ്ക്കുകയും ചെയ്യുന്നു. ആരുടെ പക്ഷത്താണ് ആ ജഡ്ജ്? പിന്നെ ടി ബി മിനിയൊക്കെ വിമർശിക്കുന്നതിലാണോ അപാകത? അല്ല വേണു, വിമർശനത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ജഡ്ജ് കയ്യിൽ കൊണ്ട് നടക്കുകയല്ല ഈ മെമ്മറി കാർഡ്. ജഡ്ജ് നിയമപരമായി ഒരു ടെസ്റ്റിൽ വെച്ചിരിക്കുന്നത് താജുദ്ദീൻ എന്ന് പറയുന്ന സ്റ്റാഫ് ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജഡ്ജ് ഓർഡർ കൊടുത്തിട്ടാണോ ചെയ്തത് എന്ന തരത്തിൽ വേണു സംസാരിക്കാൻ പാടില്ല. കാരണം ഒരു ജഡ്ജ് ഒരിക്കലും, അത് പ്രത്യേകിച്ച് ഒരു വനിതാ ജഡ്ജ് ഒരിക്കലും ഇത്തരം പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ താങ്കൾ കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് താജുദ്ദീന് കൊടുത്തു വന്ന തരത്തിൽ സംസാരിക്കാൻ പാടില്ല. താജുദ്ദീൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ആ കോടതിയിലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ ഉത്തരവാദിത്തമുണ്ടല്ലോ. ഒരു ജുഡീഷ്യൽ ഉത്തരവാദിത്തമുണ്ടല്ലോ. അതിന്റെ സാങ്കേതികമായ സംജ്ഞയാണ് ടി ബി മിനി ഉദ്ധരിച്ചതും ഇവിടെ. അതേപറ്റി റിപ്പോർട്ടിലുണ്ടോ? അല്ല, ശരിയല്ലേ? ശരിയാണ്, പറഞ്ഞല്ലോ. വേണു പറഞ്ഞല്ലോ, സ്വാഭാവികമായും ഒരു തൊണ്ടി മുതൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ മെമ്മറി കാർഡ്. ഈ മെമ്മറി കാർഡിന് സ്വാഭാവികമായും നിയമപരമായുള്ള കസ്റ്റോഡിയൻ ജഡ്ജാണ്. അത് ആർക്ക് പറയാം? കൊച്ചുകുട്ടിക്ക് അറിയാം. പക്ഷേ ജഡ്ജ് കയ്യിൽ കൊണ്ട് നടക്കില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അങ്ങനെയുള്ളവർക്ക് കാണുവാൻ സുപ്രീം കോടതി അല്ല നന്ദ്യാട്ടെ, ഈ വിഷയം ആദ്യം അതിജീവിത കോടതിയെ അറിയിക്കുമ്പോൾ മുതൽക്കുള്ള കോടതിയുടെ സമീപനമോ അതും ഈ ജഡ്ജി തന്നെ ആയിരുന്നില്ലേ ആ സമയത്തും അത് കേട്ടത്? എന്ന് മാത്രമല്ല, ഈ ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോൾ അതിന്റെ ഉള്ളടക്കം ഹൈക്കോടതി അടക്കം അറിയിക്കുന്നതിൽ എത്ര കാലതാമസം വരുത്തി. അത് തന്നെ എന്തൊരു നിർബന്ധിതമായ സാഹചര്യത്തിലായിരുന്നു. ഒരു പക്ഷേ ഈ മിനിയെ അടക്കം പ്രതിരോധത്തിലാക്കുന്ന ഒരു കണ്ടെത്തലായിരുന്നല്ലോ ആ ഫോറൻസിക് റിപ്പോർട്ടിൻ്റെത്. ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്ന് പറയുന്ന രൂപത്തിലായിരുന്നല്ലോ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട്. അതുപോലും അറിയിക്കാതെ, അതിൻ്റെ ഉള്ളടക്കം പോലും അറിയിക്കാതെ അത് കൈവശം സൂക്ഷിച്ചല്ലോ 1 വർഷത്തിലധികം. അപ്പൊ ഏതാണ് കയ്യിൽ സൂക്ഷിക്കേണ്ടത്, ഏതാണ് കൈമോശം വരേണ്ടത് എന്ന ബോധ്യം പക്ഷപാതപരമായി ഈ വ്യക്തിക്കില്ലായിരുന്നു എന്ന് എങ്ങനെയാണ് അവരുടെ തന്നെ പൂർവ്വചരിത്രം വെച്ചുകൊണ്ട് പറയാൻ കഴിയുക?
എന്ത് പൂർവ്വചരിത്രം ഞാൻ ചോദിക്കട്ടെ? ഞാൻ ഈ രണ്ട് സന്ദർഭങ്ങളാണ് പൂർവ്വചരിത്രം എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചത്. ഒന്ന്, ഈ പറയുന്ന ഫോറൻസിക് റിപ്പോർട്ട് കൈവശം വെച്ചത്. രണ്ട്, ഈ പറയുന്ന മെമ്മറി കാർഡ് പോയതുമായി ബന്ധപ്പെട്ട കാര്യം. ആഷ്വാലി എങ്ങനെയൊക്കെ മാറാം? അല്ല, മെമ്മറി കാർഡ് പോയത് ഈ ജഡ്ജിന്റെ വശത്തല്ലല്ലോ. ഇത് ഈ പറഞ്ഞ പ്രദീപ് ജോസഫും ഉൾപ്പെടുന്നവരുടെ കയ്യിൽ നിന്ന് ഇതുണ്ട്. സജി നന്ദിയാട്ടെ, എന്റെ ചോദ്യത്തിൽ ഒരു അവ്യക്തതയുമില്ല. ഒരു റിപ്പോർട്ട് അനന്തകാലം പിടിച്ചു വെക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട തൊണ്ടി സാധനം ഒരു കീഴ് ജീവനക്കാരന് ദുരുപയോഗം ചെയ്യാം. എടുത്ത് കീശയിലിടാം, വീട്ടിൽ കൊണ്ടുപോകാം, സൗകര്യം പോലെ കാണാം. അത് കഴിഞ്ഞത് എവിടെയെങ്കിലും കളഞ്ഞു ആ ഫോണെന്ന് പറയാം. ഇതെല്ലാം അങ്ങനെ തന്നെ ഒരു റിപ്പോർട്ടായിട്ട് എഴുതി വെക്കാം. ഈ മിടുക്കിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? വേണു, അതല്ലേ ഹൈക്കോടതിയിലേക്കല്ലേ കൊടുത്ത റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ സ്വന്തം കീശയിൽ വെക്കില്ലല്ലോ. ഈ ജഡ്ജി വെക്കുവല്ലേ ചെയ്തത്. ഇത് ഒരു ഹൈക്കോടതിയിൽ അറിയിച്ചില്ലേ? നമ്മൾ എന്തിനാണ് അവരുടെ ഉദ്ദേശത്തെ? അല്ല, ഹൈക്കോടതിയിൽ അറിയിച്ച കഥയൊക്കെ അതിന്റെ ഭാവി നമുക്കിനി പരിശോധിക്കാം. ഇതുപോലെ തന്നെ ഒരു രഹസ്യമൊഴി ഒരു ഇര രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോ അല്ല, ഒരു CJM ജഡ്ജ് എന്താണ് എടുത്ത സമീപനം? ഈ എറണാകുളത്ത് നിന്ന് നമുക്കൊക്കെ അറിയുന്നതാണല്ലോ. അത് രേഖപ്പെടുത്താതെ ഇരുന്നു. പിന്നെ അന്നും പറഞ്ഞത് എന്താണ്? ഇത് ഹൈക്കോടതി അന്വേഷിക്കട്ടെ. ഹൈക്കോടതി രജിസ്ട്രാർ അന്വേഷിക്കുന്നു, ഹൈക്കോടതി വിജിലൻസ് അന്വേഷിക്കുന്നു. എന്നിട്ട് അതിന്റെ ഭാവി എന്തായി? അതുമൊക്കെ നമ്മുടെ മുന്നിലൂടെ. ഞാൻ വരാം അങ്ങയിലേക്ക്. ശ്രീ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇതിലിപ്പോ രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങളാണ് ഈ പറയുന്ന പ്രതിഭാഗം ഉൾപ്പെടെ കോടതിയേക്കാൾ ശക്തമായി കോടതിക്ക് വേണ്ടി, ഈ വിചാരണ കോടതിക്ക് വേണ്ടി വാദിക്കുന്ന പ്രതിഭാഗം ഉന്നയിക്കുന്നത്. ഒന്ന്, മുഖ്യ വിചാരണ നടക്കുന്ന കേസുമായി ഇപ്പോഴത്തെ ഈ കേസിന് ബന്ധമില്ല, അതുകൊണ്ട് അനാവശ്യമായ വിവാദമാണിത്. ഇനി അതുമായി ബന്ധപ്പെട്ട് ഈ വിചാരണ പൂർത്തിയായതിനു ശേഷം, അതാണല്ലോ അതിജീവിതയുടെയും പ്രധാനപ്പെട്ട ആവശ്യം, അതിവേഗം വിചാരണ പൂർത്തിയാക്കണമെന്ന്. അത് നടക്കട്ടെ, അതിനുശേഷം ഇതെടുക്കാം എന്നതാണ് ഒന്ന്. രണ്ടാമത്തേത്, ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇതാരെങ്കിലും പകർത്തിയിരിക്കുന്നു, വിതരണം ചെയ്തിരിക്കുന്നു എന്ന ആശങ്കയ്ക്കൊന്നും അടിസ്ഥാനമില്ല. ഇത് കേട്ട് മനസ്സമാധാനത്തോടുകൂടി ഈ പറയുന്ന വിചാരണ കോടതിയുടെ നടപടികളുമായി സഹകരിക്കുക, ഇതാണ് അതിജീവിത ചെയ്യേണ്ടത് എന്നാണ് ആ ഭാഗത്തിന്റെ വാദഗതി. രണ്ടിനുമുള്ള അങ്ങയുടെ വിലയിരുത്തൽ എന്താണ്? ഇതിനെ നമ്മൾ രണ്ട് ഭാഗത്തിൻ്റെയും വാദഗതിയായി കാണേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇന്ന് അതിജീവിതയുടെ വളരെ ഹൃദയസ്പർശിയായ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് എനിക്ക് തോന്നുന്നു ലോകത്തെമ്പാടുമുള്ള മലയാളികളാകെ വായിച്ചിട്ടുണ്ടാകണം. ആ പോസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന എല്ലാ നിയമങ്ങളുടെയും അമ്മയാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൗലികാവകാശം, ആ ഒരു സ്ത്രീക്കുള്ള ഒരു മൗലിക അവകാശത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ റൈറ്റ് ടു പ്രൈവസി, അവരുടെ സ്വകാര്യത എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ അവരുടെ ചാസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സ്വകാര്യത, അവരുടെ ഏറ്റവും വലിയ അമൂല്യമായ സ്വത്തല്ലേ അത്. അപ്പോൾ ആ സ്വകാര്യത പോലും സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണം. അതും കോടതിയുടെ സംരക്ഷണയിൽ ഏറ്റവും ഉയർന്ന കോട്ടകൊത്തളങ്ങൾ കൊണ്ട് സംരക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്നും അത് പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ അത് വേറൊരാൾ കാണുന്നു. അത് എന്തൊരു വളരെ ഗുരുതരമായ, അത് എങ്ങനെ ചെറുതായി കാണാൻ കഴിയും? നമ്മുടെ ഭരണഘടന ഒരു വ്യക്തിക്ക് നൽകുന്ന മൗലികാവകാശം, ഭരണഘടനയിൽ അന്തർലീനമായിരിക്കുന്ന ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയുടെ, ഒരു സ്ത്രീയുടെ അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു പ്രശ്നമല്ലേ ഇതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. അത് ഈ കേസിനെ, മദർ കേസിനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇതിൻ്റെ വിഷയം. അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വ്യക്തിപരമായി ജുഡീഷ്യറിയെയോ ജുഡീഷ്യൽ ഓഫീസർമാരെയോ ഒന്നും കുറ്റം പറയുന്ന അവസാനത്തെ ആളായിരിക്കും ഞാൻ. അത്തരത്തിലേക്കുള്ള ഒരു ചർച്ചയിലേക്ക് കടക്കുവാനേ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, മദർ കേസിനെ ബാധിക്കില്ല എന്ന് പറയുമ്പോൾ ഒന്നുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ? കാരണം അതിജീവിത ആദ്യഘട്ടത്തിൽ ഏറ്റവും വലിയ പരാതിയായി പറഞ്ഞുകൊണ്ടിരുന്നത് പ്രതിഭാഗത്തിന് വലിച്ചു കീറാൻ കഴിയുന്ന രൂപത്തിൽ ആ വിചാരണ കോടതിയുടെ അന്തരീക്ഷത്തെ, അതിജീവിതയ്ക്ക് ഏറ്റവും വേദനാജനകവും പ്രയാസകരവുമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നു എന്നായിരുന്നു. അതാരുടെ സൃഷ്ടിയാണ്? അല്ല, അതിലേക്കാണ് ഞാൻ വന്നത്. ഇത് പ്രധാന കേസിനെ ബാധിക്കില്ല. പ്രിയദർശൻ തമ്പി, സ്വകാര്യത എന്ന് പറയുന്നത് ഈ മെമ്മറി കാർഡിന്റെ വാല്യൂവിൽ മാത്രമല്ല ഇരിക്കുന്നത്, വിചാരണ കോടതിയുടെ വാല്യൂവിലും ഇരിക്കുന്നുണ്ട്. അതാണ് അതിജീവിത ആദ്യം ചോദ്യരൂപേണ പൊതുസമൂഹത്തിന് മുൻപാകെ വെച്ചത്. തീർച്ചയായിട്ടും
അപ്പോൾ ഇങ്ങനെ ഒരു അന്തരീക്ഷമാണ് ആ വിചാരണ കോടതിയിൽ ഉണ്ടാകുന്നത്. തുടർന്നുള്ള ഈ സംഭവ പരമ്പരകൾ, അപ്പോൾ ഇതിലൊക്കെ ഈ പറയുന്ന കണ്ണികൾ ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു ഏകപക്ഷീയത കാണുന്നില്ലേ? ഒരു ക്ലാർക്കിന്, ഒരു ശിരസ്തദാറിന് ഇത് എടുത്തുകൊണ്ടുപോയി കാണാനുള്ള ധൈര്യം എങ്ങനെ കിട്ടുന്നു ഈ കോടതി സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട്? അല്ല അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ എൻ്റെ അവസാന പാദത്തിൽ എത്തിയപ്പോഴാണ് അങ്ങ് ഇടപെട്ടത്. ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. അതിൽ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ കേസിൽ അതിജീവിത ഈ ആവശ്യം എപ്പോഴാണ് ഉന്നയിച്ചത്? ഈ കേസിന്റെ വിചാരണയുടെ വളരെ വളരെ മുമ്പിനാലെയുള്ള ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ചോർന്നിരിക്കുന്നു എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സ്വമേധയാണോ വിചാരണ കോടതി ജഡ്ജി തയ്യാറായത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമല്ലേ? ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി ആവശ്യപ്പെട്ടു, ഹൈക്കോടതി പറഞ്ഞു ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതി വരെ പോയി, അത്തരത്തിൽ പോയി ഏറെ നാളിന് ശേഷം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയുടെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ അന്വേഷിച്ചത്. ആ അന്വേഷണത്തിന്റെ കോപ്പി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിതയ്ക്ക് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. കോപ്പി കിട്ടിയപ്പോൾ മൊഴിപ്പകർപ്പ് കിട്ടണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. ആ പകർപ്പുകളും ആ കോപ്പിയും എല്ലാം കിട്ടിയതിന് ശേഷം, അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ ഇതിൽ തൃപ്തിയില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതിൽ അസംതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി, ഞാൻ മനസ്സിലാക്കുന്നത്, മെയ് 30-ാം തീയതിയിലേക്ക് ആ കേസ് ആഫ്റ്റർ വെക്കേഷൻ വെച്ചിട്ടുണ്ട്. ഹൈക്കോടതി പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ അവർ അഗ്രീവ്ഡാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഈ പ്രധാനപ്പെട്ട കേസിനെ ബാധിക്കില്ല എന്ന് പറയുന്നത് ആരാണ് പറയുന്നത്? ഇത് പണ്ടാരണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്, ആരാണ് ഈ കൂട്ടത്തിൽ ഉറങ്ങിക്കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് ഉറങ്ങിക്കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി കൈപൊക്കുന്നത് പോലെ ഇതിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് പ്രധാന കേസിനെ ബാധിക്കില്ല എന്ന് ഈ പ്രതിഭാഗം തന്നെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നില്ല അതിജീവിത അത്തരത്തിലൊരു വാദം ഉന്നയിക്കുന്നുവെന്ന്. അവർ തന്നെയാണ് പറയുന്നത് ഇത് പ്രധാന കേസിനെ ബാധിക്കുന്നില്ല എന്ന്. അപ്പോൾ അതിൽ തന്നെ എന്തോ അടങ്ങിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഈ കേസിൽ ഹണിയം വർഗീസിന് തന്നെ വിധി പറയണമെന്ന നിർബന്ധ ബുദ്ധി അവർക്കുണ്ട്. അവരല്ല വിധി പറയേണ്ടത്, ആ വിധി എന്തായാലും ദിലീപിന് അനുകൂലമായിരിക്കും എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മറുഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നവരുടെ വശത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. പക്ഷേ ഈ മെമ്മറി കാർഡ് വിവാദത്തിലേക്ക് വരുമ്പോൾ അതിന് മറ്റൊരു വ്യാഖ്യാനം വരികയാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ 3 തവണ ഇത് പരിശോധിക്കപ്പെട്ടല്ലോ, അതിലൊന്ന് ഹണിയം വർഗീസിൻ്റെ കീഴിലുള്ള ശിരസ്തദാർ പരിശോധിച്ചതാണ്. അതിൻ്റെ തെളിവും അയാൾ നശിപ്പിച്ചിട്ടുണ്ട്, ആ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറയുക വഴി. അതിലേക്കൊന്നും പരിശോധന പോയില്ല. എന്തുകൊണ്ട് പരിശോധന പോകുന്നില്ല? ഇപ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ പോവുകയാണ് എങ്കിൽ ഈ വിചാരണയുമായി ബന്ധപ്പെട്ട മാതൃ കേസുണ്ടല്ലോ, അതിനെ ഏതെങ്കിലും തരത്തിൽ അത് ബാധിച്ചേക്കാം. അത് വിചാരണ നീണ്ടുപോവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം എന്ന ശങ്ക ഈ വിചാരണ ജഡ്ജിക്കുള്ളതുകൊണ്ടാണോ? കാരണം ഞാൻ പരമപ്രധാനമായൊരു കാര്യം പറയാം. ഇവിടെ ഈ മഹേഷിൻ്റെ കാര്യമുണ്ടല്ലോ, മിനിക്കാണ് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം നേരിട്ടറിയുന്നത്. അതിലൊരു ഭാഗത്ത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ക്ലാർക്കിൻ്റെ മൊഴിയിൽ അന്നത്തെ ജഡ്ജിയോട് ചോദിച്ച് വ്യക്തത വരുത്തിയിട്ടില്ല. ഇത് അതിജീവിതയുടെ ഒരു ആക്ഷേപമാണ്, ഹൈക്കോടതിയുടെ മുൻപാകെ അവർ വെച്ചിരിക്കുന്ന ഒരാക്ഷേപമാണ്. അങ്ങനെയെങ്കിൽ രാഹുലെ 2021 ജൂലൈ 19 ഈ താജുദ്ദീൻ ഇതെടുത്തുകൊണ്ടുപോയി പരിശോധിക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. അതിൽ അങ്ങനെയെങ്കിൽ ഇതേ കാര്യം വരണമല്ലോ, ജഡ്ജിയോട് ചോദിക്കേണ്ടി വരുമല്ലോ. ആ ജഡ്ജി ആരാണ്? ഈ ഹണിയം വർഗീസ് തന്നെയാണ്. അപ്പോൾ അവരിലേക്കടക്കം അന്വേഷണം വരുന്നൊരു ഘട്ടമായി ഇത് വികസിക്കും. അതുണ്ടായിക്കൂടാ. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട അതിജീവിതയുടെ ഭാഗം കേൾക്കാതിരിക്കുക, ശാസ്ത്രീയമായ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ സഹായം തേടാതിരിക്കുക, അന്വേഷണ സംവിധാനത്തിൻ്റെ സഹായം തേടാതിരിക്കുക, ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് ഉണ്ടാക്കുക. കാരണം എന്താണ്? എനിക്ക് തന്നെ ഈ വിചാരണ പൂർത്തിയാക്കി വിധി പറയണമെന്ന നിർബന്ധ ബുദ്ധി. അങ്ങനെ ഒരു വിമർശനം ഉണ്ടായാൽ അതിനുള്ള മറുപടി എന്താണ്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമുക്കെല്ലാം യോജിപ്പുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇത് പ്രൈവസി വളരെ സെൻസിറ്റീവായ വിഷയമാണ്. അതുകൊണ്ട് നമുക്കെല്ലാം അഭിമാനമായ, നമുക്ക് ഇഷ്ടമുള്ള അതിജീവിത അവരുടെ പ്രൈവസി ഇൻവോക്ക് ചെയ്ത് പ്രൈവസിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വാദം ഉന്നയിക്കുകയാണെങ്കിൽ ഏതറ്റം വരെ പോയി പോലും നമ്മളതിനെ അക്കോമഡേറ്റ് ചെയ്യണം. കാര്യം ഈ ഇന്റർനെറ്റിന്റെ ഒക്കെ കാലമാണ്. എനിക്ക് തോന്നുന്നു ആർക്കും അതിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. ആ ടെംപ്ലേറ്റിൽ, ആ നിലപാട് തറയിൽ നിന്നുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തർക്കിക്കാം. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അതിജീവിതയുടെ ആശങ്ക ബഹുമാനിക്കുന്നു. അത് ബഹുമാനിക്കപ്പെടണം. ഒരു ആൺകുട്ടിയുടെയും വേണം. ഇത്രയും സജീവമാണെന്നൊക്കെയുള്ള കാര്യം കോടതിക്ക് അറിയില്ലേ? ഓൺലൈൻ സംവിധാനത്തിലൂടെ കോവിഡ് കാലത്തൊക്കെ മാതൃകാപരമായി പ്രവർത്തിച്ച സംവിധാനമല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്ന സംവിധാനവും കൂടിയാണല്ലോ.
അതെ, അതുകൊണ്ട് ആ പ്രൈവസിയുടെ കാര്യത്തിൽ ആ ആശങ്കയെ പൂർണ്ണമായി ബഹുമാനിക്കണമെന്നും അല്ല, ബഹുമാനം എന്ന് വാക്കാൽ പറഞ്ഞിട്ട് എന്ത് കാര്യം? അത് പാലിക്കേണ്ട സംവിധാനം, അത് പാലിക്കേണ്ട സംവിധാനം പരമപ്രധാനമായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ. ആയിക്കോട്ടെ, അപ്പം ആ ബഹുമാനിക്കണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാകരുത്. അല്ല, അങ്ങനെയെങ്കിൽ ആദ്യം ബഹുമാനിക്കേണ്ടിരുന്ന കോടതിയാണ്. അത് ചെയ്തോ ഇല്ലയോ? അങ്ങനെ പറഞ്ഞിട്ട് പോവാം. അല്ലല്ല, ഒരു സെക്കൻഡ്, നമുക്ക് ഈ പൊതുവായിട്ടുള്ള വിശേഷണ പദങ്ങൾ വെച്ചുകൊണ്ടൊരു സ്വകാര്യത അംഗീകരിച്ചിട്ട് കാര്യമില്ല. സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് അതിജീവിതയ്ക്കുണ്ടായ അവസ്ഥയെപ്പറ്റി പറഞ്ഞുകൊണ്ട് വേണം, ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ സ്വകാര്യതയുടെ മഹത്വത്തെ പറ്റി സംസാരിക്കാൻ. അതിവിടെ ഇല്ലാതായിരിക്കുന്നു. അത് ഇല്ലാതാക്കിയത് കോടതി സംവിധാനമാണ്. അപ്പൊ ആദ്യം കോടതിയെ പറ്റി പറയാം രാഹുൽ, എന്നിട്ട് നമുക്ക് സ്വകാര്യതയെ പറ്റി പറയാം. അല്ലല്ല, അതുകൊണ്ട് ആ പ്രിമൈസ്, ആ ഫിലോസഫി വളരെ കറക്റ്റ് ആണ്, തർക്കമില്ല. ഇനി തർക്കമുള്ള കാര്യങ്ങൾ പറയാം. യഥാർത്ഥത്തിൽ നമ്മൾ ജഡ്ജിയെ പേരെടുത്ത് പറയലെന്നാണ് ശ്രീ വേണു പറഞ്ഞുകൊണ്ട് ഞാനും കൂടെ പറയുകയാണ്. സാധാരണക്കാര് കേൾക്കാൻ അങ്ങനെ എന്റെ തലയിലേക്ക് മാത്രമായിട്ട് വെക്കണ്ട. ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. ഈ ജഡ്ജിയുടെ പേര്, ഇതിനു മുമ്പ് ഈ പറയുന്ന അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലെ ജഡ്ജിന്റെ പേര്, ഇതെല്ലാം പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഉണ്ട്. ഞാൻ അതൊക്കെ വേണമെങ്കിൽ എടുത്ത് വായിച്ച് കേൾപ്പിക്കാം. ഇനി രാഹുൽ തുടർന്നോളൂ. ചീഫ് ജസ്റ്റിസിനെ പേരെടുത്ത് വിമർശിച്ചതിന് എനിക്ക് കോടതിയുടെ പേരിൽ അവിടെ പ്രശ്നങ്ങളുണ്ടായതാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയുന്നതിന് ഒരു മടിയില്ല. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു ഉപചാരപൂർവ്വം, അതായത് ഞാനിപ്പോ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഔപചാരികതയിൽ ഒരു പറഞ്ഞു എന്ന് വേണം വിചാരിച്ചാൽ മതി. ഇനിയും പറയാൻ പോകുന്നതാണ് സീരിയസ് ആയ കാര്യം. അതായത് രണ്ട് കാര്യങ്ങൾ നോക്കണം. ഈ സാധാരണക്കാരൻ, ഞാൻ ഈ ജഡ്ജി ഹണിയം വർഗീസിനെ കണ്ടിട്ടില്ല, ഒരുപക്ഷെ ജീവിതത്തിൽ കാണത്തോ പോലും ഇല്ല. പക്ഷേ അവരൊരു ധീര വനിതയാണ്. അത്ര നട്ടലുള്ള ഒരു സ്ത്രീ ഉള്ളതുകൊണ്ടാണ് ഇത്രയും മാധ്യമപ്പട. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരു സെക്കൻഡ്. ഈ ധീര വനിത രാഹുലെ, ഒറ്റ കാര്യം രാഹുലെ, എന്നിട്ട് അങ്ങ് തുടർന്നോളൂ. ഈ ധീര വനിത ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇപ്പൊ ഈ ക്ലാർക്കിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ക്ലാർക്കുമായി ബന്ധപ്പെട്ട് അയാൾ ഈ കാണിച്ച കാര്യം, അയാള് ഈ പറയുന്ന 9:56 മിനി ഇത് കാണുന്നത് അല്ലേ? 9:56 കാണുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല. 2 തവണ 2 പേർ കാണുന്നുണ്ട്. 2 തവണ 2 പേർ കാണുന്നുണ്ട് രാത്രിയിൽ അല്ലേ? ശരി, 10:56 രണ്ടാമത്തെ ആള് കാണുന്നുണ്ട്, ഒരു ക്ലാർക്ക് കാണുന്നുണ്ട്. രാഹുലിനും അറിയാമല്ലോ. 10:58 2018 ഡിസംബർ 13 10:58. ഇതുമായി ബന്ധപ്പെട്ട് അതിജീവിത പറയുന്ന കാര്യം, ഈ ക്ലാർക്ക് ഇത് ചെയ്തതിന്റെ കാര്യത്തിൽ ജഡ്ജിയോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച് വ്യക്തത വരുത്തിയിട്ടില്ല എന്നാണ്. അങ്ങനെ വ്യക്തമാണല്ലോ. അല്ല, വ്യക്തമാണല്ലോ. ഒരു സെക്കൻഡ് സാർ. അങ്ങനെയെങ്കിൽ അല്ല, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ധീര വനിതയുടെ കീഴിലുള്ള ഈ ശിരസ്തദാർ ഈ കാര്യം ചെയ്തല്ലോ, അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ആ റിപ്പോർട്ടിൽ പറയണ്ടേ? മറുപടിയാണ് പറയുന്നത് ശ്രീ വേണു. അങ്ങ് ദയവായി 30 സെക്കൻഡ് വരൂ, ശ്രദ്ധിക്കൂ. അതായത് ഒരു വശത്ത് ഗവൺമെന്റും മറുവശത്ത് പോലീസും മറുവശത്ത് മാധ്യമപ്പടയും നിന്ന് നിരന്തരമായി ഫയർ ചെയ്തിട്ടും ആ സ്ത്രീയുടെ നട്ടല്ലും ധാർമ്മികതയും കൊണ്ട് മാത്രമാണ് ഈ കേസിൽ നീതി നടക്കുന്നത്. അവരെ കരിവാരി തേച്ചു, അവരുടെ ഭർത്താവിനെ കരിവാരി തേച്ചു, അവരുടെ അച്ഛനെ കരിവാരി തേച്ചു. അവസാനം അമ്മ കൂടിയായ ജഡ്ജി എന്റെ 12 വയസ്സുള്ള മകളെ ഒഴിച്ച് ബാക്കി എല്ലാരെയും നിങ്ങൾ കരിവാരി തേച്ചു എന്ന് കോടതിയിൽ പറയുന്ന അവസ്ഥ വരെ ഉണ്ടായി. ആ സ്ത്രീ, അവരെ ഞാൻ കാണത്തോലുമില്ല, പക്ഷെ ആ സ്ത്രീയോട് എന്നും ഈ നീതിയുടെ ലോകം കടപ്പെട്ടിരിക്കണം. കാരണം ഇത്രയും മാധ്യമ സമ്മർദ്ദവും ഗവൺമെന്റ് സമ്മർദ്ദവും ഉണ്ടായിട്ടും ഗാലറിക്ക് വേണ്ടി ഇത്രയും സംവിധാനങ്ങളൊന്നുമില്ലാത്ത അതിജീവിതയുടെ അവസ്ഥയോ? രാഹുലെ, ഇത്രയും സംവിധാനങ്ങളുടെ ഒന്നും അല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. ഇത്രയും സംവിധാനങ്ങളുടെ ഒന്നും അകമ്പടിയും പരിരക്ഷയും ഇല്ലാത്ത അതിജീവിതയുടെ കാര്യമോ? രാഹുലെ, ഇതിനൊരു മറുപടി. മറുപടിയാണ്. അത് വരാൻ അവസരം തന്നാ മതി. അങ്ങ് 30 സെക്കൻഡ് കേൾക്കും. ശ്രീ സജി നന്ദിയാട്ടിനോട് അങ്ങ് പറഞ്ഞു ഈ കേസിനൊരു ഹിസ്റ്ററി ഉണ്ട്, ആ ഹിസ്റ്ററി കൂടെ വെച്ച് കേൾക്കണമെന്ന്. വളരെ കറക്റ്റ് ആണ്. ശ്രീ സജി നന്ദിയാട്ടിനും എനിക്കൊക്കെ ഓർമ്മയുണ്ട്. അതായത് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു. കേസ് എന്തായി? ദാവൂദ് ഇബ്രാഹിമും ഗോൾച്ചനും എന്നെയും വരുന്നു. കേസ് എന്തായി? കാവ്യയാണ് മാഡം, കാവ്യയുടെ അമ്മയാണ് മാഡം 50 ലക്ഷം രൂപ ഒരു രാഷ്ട്രീയക്കാരന് കൊണ്ടു കൊടുത്തു. ഗ്രൂപ്പിൽ അതിജീവിത പറഞ്ഞതാണോ രാഹുലെ? അയ്യോ, ഒരിക്കലും അല്ല. ഇത് അതിജീവിതയ്ക്ക് വേണ്ടി എന്ന് അഭിനയിച്ച ബാലേന്ദ്രകുമാർ അടക്കമുള്ള ദിലീപ് വിരോധികൾ പറഞ്ഞതാണ്. ആയിക്കോട്ടെ. അല്ല, അതിന്റെ ഉത്തരവാദിത്തം എന്തായാലും പരോക്ഷമായി അങ്ങയുടെ വാദഗതിയിലൂടെ അതിജീവിതയുടെ തലയിൽ വെക്കണ്ട. പരോക്ഷമായി അതിന്റെ ഉത്തരവാദിത്തം അതിജീവിതയുടെ തലയിൽ വെക്കണ്ട.
അയ്യോ ഒരിക്കലുമില്ല. നേരെ മറിച്ച് അതിജീവിതയെ അവരെ ഇവര് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് അതിജീവിതയുടെ കൂടെ നിൽക്കുന്നു എന്ന തെറ്റിദ്ധാരണ കൊടുത്ത് ദിലീപ് വിരോധം അതിജീവിതയ്ക്ക് ഈ കാര്യങ്ങളിലൊന്നും തെറ്റിദ്ധാരണ ഇല്ല എന്നത് അവരുടെ ജീവിതം എങ്ങനെ ഉണ്ടാവാതിരിക്കും? അല്ലല്ല അവരുടെ അതിജീവിതയ്ക്ക് ജീവിതം എങ്ങനെ തന്നെ അതിന്റെ അറിയാം ഏറ്റവും വലിയ ദിലീപ് സാക്ഷ്യം. ഗുണകാരനുണ്ടോന്ന്? അല്ലന്നേ ഒരു കാര്യം, അല്ലല്ല ഇനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അതിജീവിത അല്ലല്ല, ഇതിലൊക്കെ അതിജീവിതയ്ക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരിക്കലും ഒരാളാണ് ദിലീപിനെ എന്ന രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനവും വേണ്ട. രണ്ടും വേണ്ട. അതിജീവിതയ്ക്ക് ശ്രീ ദിലീപിനെ സംശയിക്കാൻ ഗ്രൗണ്ട് ഇല്ലല്ലോ. അവർ അമ്മയുടെ പരിപാടി പോലെ ഒരുമിച്ച് ഒന്നല്ലേ. അതിജീവിതയെ തെറ്റിദ്ധരിപ്പിച്ചായിക്കൂടെ? അതിജീവിതയ്ക്ക് ദിലീപ് ഗൂഢാലോചന ഇൻവോൾവ് ആണെന്ന് നേരിട്ട് എന്തെങ്കിലും അറിവുണ്ടോ? എന്റെ ചോദ്യത്തിനുള്ള മറുപടി നമ്മുടെ വിഷയം 3 പേരാണ് ഇത് കണ്ടിരിക്കുന്നത്. ഒന്ന് ലീന റഷീദ്, അത് JFCM. 2 മഹേഷ് മോഹൻ, ഇപ്പൊ അദ്ദേഹം ഒരു ജഡ്ജിയാണ്. അന്ന് അദ്ദേഹം പേഴ്സണൽ അസിസ്റ്റന്റ് ടു പ്രിൻസിപ്പൽ ആൻഡ് സെഷൻ ജഡ്ജാണ്. 3 താജുദ്ദീൻ. ഈ 3 പേരാണ് ആക്സസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ന്യൂസ് 24 പോലും എഴുതി കാണിക്കുന്നത് നടിയെ ആക്രമിച്ച കേസ് മെമ്മറി കാർഡിൽ അട്ടിമറി ഉണ്ടായെന്ന് കണ്ടെത്തൽ. അൺഓതറൈസ്ഡ് ആക്സസിന് മലയാളത്തിൽ അട്ടിമറി എന്നാണ് പറയുന്നത്, ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഈ ക്യാമ്പയിന്റെ എല്ലാം പ്രധാന ഉദ്ദേശം ഹണി വർഗീസിനെ കരിവാരിത്തേക്കുക, എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തി ജഡ്ജിയെ മാറ്റുക. അത് മാറ്റാൻ പറ്റില്ല. ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ പോയതല്ലേ. ഹൈക്കോടതിയും സുപ്രീം കോടതിയും പോയി. രാഹുൽ ഇവിടെ മിനി പറയുന്നുണ്ട് അങ്ങനെ ഒരു ആവശ്യമേ അവർക്കില്ല. ഇനി അവർക്ക് അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. എന്റെ ചോദ്യത്തിന് മറുപടി പറയുമോ ഡേവിഡ്? എന്റെ ചോദ്യത്തിന് അങ്ങ് മറുപടി പറയുമോ? പറയാതെ പറയുന്നത് മിനി മാഡത്തിന്റെ മര്യാദ കാരണം മിനി മാഡം അത് പറയില്ല, അല്ലെങ്കിൽ പ്രിയദർശൻ തമ്പി സാറിന്റെ മര്യാദ കാരണം അത് പറയില്ല. പക്ഷെ ഇത് ക്യാമ്പയിൻ നടത്തുന്നവർ യഥാർത്ഥത്തിൽ ഉന്നം വെക്കുന്നത് ഹണി വർഗീസിനെ. അങ്ങനെയെങ്കിൽ അതിലേറ്റവും അവസാനം അല്ലല്ല അങ്ങനെയെങ്കിൽ ഒരു സെക്കൻഡ് ഈ ജഡ്ജിന്റെ ഈ റിപ്പോർട്ട് കണ്ടാൽ ആ ജഡ്ജിന്റെ വിശ്വാസ്യത കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? ആരും നിർബന്ധിച്ച് എഴുതിപ്പിച്ചതല്ലോ. ഇതെല്ലാം സത്യസന്ധമായി അവർ നോട്ട് ചെയ്തില്ലേ? അവരത് മറച്ചു വെക്കാനോ ഒളിച്ചു വെക്കാനോ ഒന്നുമല്ലോ. അതല്ലല്ലോ അതിലെ പ്രശ്നം. അതല്ല രാഹുലെ പ്രശ്നം. അല്ലല്ലോ ഒരു സെക്കൻഡ് രാഹുലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഏതെങ്കിലും ഞാൻ പറഞ്ഞത് ഇപ്പം ഈ പറഞ്ഞ ചന്ദ്രചൂഡിന്റെ പേര് ഉൾപ്പെടെ ഇവിടെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ മുന്നിൽ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി ഏതെങ്കിലും ഒരു കേസ് പരിശോധിക്കുന്ന ഭാഗമായി അതുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരാൾ എൻ്റെ വീട്ടിലൊരു ആവശ്യത്തിന് വന്നിട്ട് പോയത് കൊണ്ട് ഞാനത് ആ കേസ് കേൾക്കാതിരിക്കാൻ തീരുമാനമെടുത്തു എന്നതടക്കം പറഞ്ഞ ന്യായാധിപന്മാർ നമ്മുടെ നാട്ടിലില്ലേ? ഉണ്ടോ ഇല്ലയോ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി? അങ്ങനെയെങ്കിൽ എൻ്റെ കീഴിലുള്ളൊരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, ഒരു വീഴ്ച വന്നു, ഞാൻ കസ്റ്റോഡിയൻ ആയിരിക്കുന്ന ഒരു കാര്യത്തിൽ അത് എനിക്ക് തന്നെ കണ്ടെത്തേണ്ടി വന്ന ഒരു റിപ്പോർട്ടായിട്ട് കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന അവസ്ഥ, ഈ കേസ് ഇനിയും തുടർന്നും വിചാരണ അതേ കോടതിയിൽ തന്നെ നിർവഹിക്കാൻ ഉള്ള അധിക യോഗ്യതയായി ഒരു ജഡ്ജ് കാണാൻ പാടുമോ ഇല്ലയോ? അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി ചുരുക്കം വാക്കുകൾ, എന്നിട്ട് എനിക്ക് രാഹുലിലേക്ക് പോകണം. ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഇത് നമുക്കറിയാമല്ലോ, നീതിയുടെ ഏറ്റവും വലിയ ആപ്തവാക്യം എന്ന് പറയുന്നത് നിയമം നടപ്പാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പാക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നുക കൂടി വേണം. അതാണ് ഏറ്റവും ജസ്റ്റിസ് ഇസ് നോട്ട് ഓൺലി ടു ബി ഡൺ. അത് നടപ്പാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പാക്കുന്നുവെന്ന് മറ്റുള്ളവർക്ക് തോന്നുക കൂടി വേണം. യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീതിന്യായ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്തവാക്യം. അത് ഓരോരുത്തരുടെ കോൺഷ്യസ്, അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ആ കേസ് ഒഴിവാക്കിയ ജഡ്ജിമാരുണ്ട്. ട്രാൻസ്ഫർ പെറ്റീഷൻ വരുമ്പോൾ തന്നെ സാധാരണ ട്രാൻസ്ഫർ പെറ്റീഷൻ അങ്ങനെ നിയമത്തിൽ വകുപ്പുണ്ട്. 408, 410 എന്ന പ്രൊവിഷൻ തന്നെ. എന്തുകൊണ്ടാണ് അത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ക്രിമിനൽ നടപടി നിയമത്തിൽ അത്തരം പ്രൊവിഷൻസ് ഉള്ളത്? അത്തരം പ്രൊവിഷൻസ് എഴുതി വെച്ചിട്ടുള്ളത് അത്തരത്തിൽ കേസ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിജീവിതയ്ക്ക്, ഈ വാദിക്കായാലും ശരി, പ്രതിക്കുണ്ടായിട്ടുള്ള റൈറ്റ്, പ്രതിക്കായാലും ശരി, ആ കേസ് ആ കോടതിയിൽ നിന്നും മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്ന് പറയാം. അങ്ങനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കുമ്പോൾ മേൽക്കോടതി ആദ്യം ചെയ്യുന്നത് ആ വിചാരണ കോടതി ജഡ്ജി ഏത് കോടതിയിൽ നിന്നാണോ ട്രാൻസ്ഫർ സുപ്രീം കോടതി വരെ മാറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണല്ലോ ഹൈക്കോടതിക്കും ഇത്രയും ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് ഇതിന്റെ ഭാഗമായി നിൽക്കേണ്ടി വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ശരി അത് കേട്ടാ മതി. എന്ന് മാത്രമല്ല ഈ ധാർമ്മികതയെ പറ്റി തമ്പി പറഞ്ഞല്ലോ. തമ്പി അഭയ കേസ് എത്രമാത്രം ദുരൂഹമായി നിൽക്കുകയായിരുന്നു. ഒരു തരത്തിലും അതിൽ ഒരു നീതിയുടെ കിരണം ഉണ്ടാകില്ല എന്ന് കരുതിയതല്ലേ? അവിടെയും ഈ പറയുന്ന വിചാരണ കോടതിയുടെ മാറി വന്ന ജഡ്ജിമാര് 5ഉം 6ഉം തവണയാണ് അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളയുന്നത് അല്ലേ? എന്നിട്ട് ഏജൻസിയോട് കാര്യക്ഷമമായി അന്വേഷിക്കാൻ പറയുന്നത്. എന്ന് മാത്രമല്ല അതിൽ നീതിയുടെ വെളിച്ചം വരുന്നതിൽ നാം ഒരു കള്ളനോടും കടപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ തമ്പി? അടയ്ക്കാ രാജു എന്നൊരു കള്ളനോടും നാം കടപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥ സത്യം പുറത്തു വരുന്നതിൽ. അപ്പോൾ സത്യത്തിന്റെ മാർഗം വിചിത്രമാണ്. ശരി രാഹുലെ ഇനി പറയൂ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്ത്, ഇങ്ങനെ ഒരു ഭാഗികമായ റിപ്പോർട്ട് കൊടുത്തത് അല്ലല്ല, ഒരു സെക്കൻഡ്, അതൊരു അധിക യോഗ്യതയായി തന്നെ താങ്കൾ കാണുന്നുണ്ടോ?
ഈ വിചാരണ കോടതിയിൽ ഈ ചുമതല പൂർത്തിയാക്കാൻ ഈ ജഡ്ജിനുള്ള അധിക യോഗ്യതയായി രാഹുൽ അത് കാണുന്നുണ്ടോ? അങ്ങനെയല്ല സാർ, ഈ കേസ് ഓൾറെഡി ഹൈക്കോടതി പോയി ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞു, ഹൈക്കോടതി സമ്മതിച്ചില്ല. സുപ്രീം കോടതി പോയി മാറ്റണമെന്ന് പറഞ്ഞു, സമ്മതിച്ചില്ല. അപ്പൊ ഈ ജഡ്ജിയെ കരിവാരി തീർക്കുന്നതിൽ അർത്ഥമില്ല. ഈ കേസിൽ എന്ത് വിധി വരുമെന്ന് എനിക്കറിയില്ല. എന്ത് വന്നാലും മേൽക്കോടതികളിൽ പോകാമല്ലോ. അവിടെയാണ് ജഡ്ജിയെ വ്യക്തിപരമായി മാധ്യമ പടയുള്ളത് കൊണ്ട് ആക്രമിക്കുന്നതിൽ അർത്ഥമില്ല. ജഡ്ജിയെയോ ജുഡീഷ്യറിയോ ഇകഴ്ത്തി കാണിക്കുന്നതിൽ മീനിങ് ഇല്ല. ഇവർക്ക് മേൽക്കോടതികളിലേക്ക് ഇനിയും പോകാമല്ലോ. ഈ വിധി വന്നാൽ തീരുന്നൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഈ വിധി എങ്ങനെ വേണമെങ്കിലും വരാം. അതിന് മേൽക്കോടതികളിലേക്ക് പോവുകയും ചെയ്യാം, അതിന്റെ മേൽക്കോടതികളിലേക്ക് പോവുകയും ചെയ്യാം. പക്ഷേ കോടതി സംവിധാനങ്ങളെയും ജുഡീഷ്യറിയെയും ഇകഴ്ത്തി കാണിക്കുന്നത് അത് പ്രിയദർശൻ തമ്പി സാർ ചെയ്യുന്നില്ല, മിനി മാഡം ചെയ്യുന്നില്ല, വളരെ മെഷേർഡാണ്. പക്ഷേ മാധ്യമങ്ങളിലെ ചില സുഹൃത്തുക്കളെങ്കിലും കോടതിയെ ഇകഴ്ത്തി കാണിക്കാനും ജഡ്ജി മോശക്കാരിയാണെന്നും ചിത്രീകരിക്കുന്നു. അങ്ങനെയല്ല, ഈ ജഡ്ജി കോടതിയെ ഇകഴ്ത്തി കാണിക്കുക, ജഡ്ജിയെ മോശക്കാരിയോ അല്ലെങ്കിൽ മോശക്കാരനോ ആക്കുക, അതല്ല. നമുക്ക് മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്ന വിഷയങ്ങൾ ശക്തമായി ഇവിടെ ചർച്ചാവേദിയിൽ അത് ഉന്നയിക്കുക, ആ ഉത്തരവാദിത്തമേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാഹുലെ, നമ്മൾ ഈ വിഷയം എത്ര വട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്? അധിക്ഷേപാർഹമായ പരാമർശങ്ങളിലൂടെയാണോ അത് ചെയ്തിട്ടുള്ളത്? അങ്ങനെയല്ല, വിമർശനാത്മകമായാണ് ചെയ്തിരിക്കുന്നത്. അത് ഇത്തരം ന്യായാസനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അതിന്റെ മെറിറ്റ് മനസ്സിലാകുമെന്നാണ് ഞാൻ കരുതുന്നതും. രാഹുൽ പറഞ്ഞോളൂ. മാത്രം പറയാൻ ഒരു വരി. ആദ്യം മുതലേ ഞാൻ പറഞ്ഞിരുന്ന ടാമ്പറിംഗ് എന്നൊരു കാര്യം ഇവിടെ നടന്നു എന്നതിന് തെളിവോ കാര്യങ്ങളോ ഇല്ല. രണ്ട്, ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. ഇതൊക്കെ ഫാക്ടുകളാണ്, ഇതൊക്കെ കണ്ണിക്കാൻ കഴിയാത്ത. അപ്പോൾ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ രാഹുൽ, ഏറ്റവും ശക്തമായ വാദമായതുകൊണ്ട് ചോദിക്കുകയാണ്. അല്ല, ഒരു സെക്കൻഡ്. ഒരു ഫോറൻസിക് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥൻ തരുന്നതാണ്. ഞാൻ സാങ്കല്പികമായി പറയുകയാണ്, ഫോറൻസിക് ഉദ്യോഗസ്ഥൻ തരുന്നതാണ്. ടാമ്പേർഡ് അല്ല എന്ന് പറയുന്ന റിപ്പോർട്ട് അയാളത് സത്യസന്ധമായി തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? ഒരു ഒറ്റ സെക്കൻഡ്. അഭയ കേസിൻ്റെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നത് ഫോറൻസിക് റിപ്പോർട്ടിലെ കൃത്രിമത്വം പുറത്തു വരുന്നത് വഴിയാണ്. രാഹുലിന് തുടരാം. എനിക്കൊരു മുൻവിധിയുമില്ലേ? അങ്ങയുടെ വാദഗതിയുടെ അടിത്തറ ഈ പറയുന്ന ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്ന ഫോറൻസിക് റിപ്പോർട്ട് ആയതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. അവിടെയാണ് പോലീസുകാർക്ക് എങ്ങനെ വേണമെങ്കിലും കള്ളത്തരം കാണിക്കാം. ഈ കേസിലും ഒരു പോലീസുകാരൻ ഒരുപാട് കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കള്ളത്തരങ്ങളെല്ലാം വരുന്ന നാളുകളിൽ തിരിച്ചു വരികയും ചെയ്യും. അത് രാഹുൽ ഈശ്വർ പറഞ്ഞതല്ല. DGP ആയിരുന്ന ശ്രീലേഖ പോലീസ് കള്ള ഫോട്ടോഷോപ്പ് ചെയ്ത് തെളിവുണ്ടാക്കി എന്ന് കേരള പോലീസിലെ DGP ആയിരുന്ന ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞതാണ്. പോലീസുകാർ വ്യാജ ഫോട്ടോഷോപ്പും, അതും നോൺ പെയ്ഡ് ആയിട്ടുള്ള ഏതോ ചീപ്പ് വെർഷൻ ഓഫ് ഫോട്ടോഷോപ്പ് പോലും ഉപയോഗിച്ചു എന്ന് ഇന്ന് ആ ചിത്രങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അപ്പം പോലീസിന്റെ ഭാഗത്തെ പുഴുക്കത്തുകളും കള്ളത്തരങ്ങളും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഒറ്റ വരിയിൽ തീർക്കാം. ഗോൽച്ചൻ ഇത് ഫോറൻസിക് റിപ്പോർട്ടുകൾക്കും ബാധകമാണല്ലോ അല്ലേ? അങ്ങ് ഈ പറയുന്ന സംശയത്തിന്റെ മാർജിൻ ആണല്ലോ ബാധകമാണ്. ശരി, ആർക്ക് വേണമെങ്കിലും ബാധകമാണ്. അത് രണ്ട് വശത്തിനും ബാധകമാണെന്ന് മറക്കരുത്. ഇനി ഒരു കാര്യം കൂടി, അതിൽ ഞാൻ മറക്കുന്നില്ല. അങ്ങ് ഇതിന്റെ ആധാരശിലയായി പറയുന്ന കാര്യം സനാതന സത്യമാണെന്ന് മാത്രം പറയാതിരുന്നാൽ മതി. അതിപ്പോ അങ്ങ് പറഞ്ഞല്ലോ, ഫോറൻസിക് റിപ്പോർട്ടിന്റെ കാര്യത്തിലും വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പക്ഷപാതപരമായ റിപ്പോർട്ടുകൾ ഉണ്ടാകാം. ആണല്ലോ, ഉന്നയിച്ചിട്ടില്ല. അതിജീവിത പോലും അത് അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാങ്കല്പികമായാണ് ഞാൻ ഈ കാര്യം പറയുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞതിന്റെ കാര്യം. ശരി, അഡ്വക്കേറ്റ് TB മിനി, ഇവിടെ ഇപ്പൊ 30-ാം തീയതി ഈ കേസ് വീണ്ടും പരിഗണനയ്ക്ക് വെച്ചിരിക്കുകയാണല്ലോ. നിങ്ങൾ കരുതുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ IG റാങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണം അപ്പോൾ അംഗീകരിക്കുമെന്ന്? കാരണം ഇതിലിപ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗം ഉൾപ്പെടെ ഈ റിപ്പോർട്ടിൽ ചേർത്തിട്ടില്ല. ഇപ്പോൾ മഹേഷിൻ്റെ കാര്യത്തിൽ മഹേഷ് പറഞ്ഞതായി അറിയുന്നത് അന്നത്തെ ആ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരം ഇതെല്ലാം ചെയ്തു എന്നാണ്. ആ ജഡ്ജി ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗമൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഇവരുടെ ജുഡീഷ്യൽ ഓഫീസർമാർ, ഉദ്യോഗസ്ഥർ, ഇവർ മാത്രം ഉൾപ്പെട്ട ഒരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ കോടതി ഇപ്പോൾ നിങ്ങളുടെ ഇത്തരം ഒരു ആവശ്യം അംഗീകരിക്കുമെന്ന് കരുതുന്നുണ്ടോ? കൂടാതെ ഈ രാഹുലിൻ്റെയൊക്കെ ഏറ്റവും ശക്തമായ രണ്ട് വാദങ്ങൾ കൂടെയുള്ള മറുപടി: ഒന്ന്, ഹാഷ് വാല്യൂ മാറിയിട്ടില്ല, പിന്നെ എന്തിനാണ് ഉത്കണ്ഠ? രണ്ട്, ഇത് മദർ കേസ് അല്ലല്ലോ, അപ്പോൾ അതിൻ്റെ വിചാരണ അതിവേഗം പൂർത്തിയാകട്ടെ, ഇതെന്തിനൊരു തടസ്സമായി കൊണ്ടുവന്ന് ഈ ജഡ്ജിയെ അപകീർത്തിപ്പെടുത്തുന്നു? വേഗം അതിനുള്ള മറുപടി മിനി. ഒന്ന്, ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ ആ കേസ് കൊടുത്തിരിക്കുന്ന വക്കീലാണ്. അത് കോടതി തീരുമാനിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ അതിലൊരു അഭിപ്രായം പറയുന്നതിൽ ഒരർത്ഥമില്ല. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്ന് സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. ഹാഷ് വാല്യൂ മാറി എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇത്തരം ഒരു റിപ്പോർട്ട് തന്നെ വരേണ്ടി വന്നത്. എന്ത് സയന്റിഫിക് എവിഡൻസ്? 3 പ്രാവശ്യമായി ഹാഷ് വാല്യൂ മാറി എന്നുള്ള കാര്യം ഫോറൻസിക് റിപ്പോർട്ടാണല്ലോ അതിലുള്ളത്. ഹാഷ് വാല്യൂ മാറിയതായി, ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയതായി റിപ്പോർട്ടിലില്ല. അതല്ല ചോദിച്ചത്. ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണ 8 വീഡിയോസിന്റെ മാറിയിട്ടില്ല എന്നാണ്
റിപ്പോർട്ട്. എന്ന് വെച്ചാൽ ടാമ്പർ ചെയ്യപ്പെട്ടിട്ടില്ല, പകർത്തുകയോ കൈമാറ്റം ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് വേണുവിനും ഈ പറഞ്ഞ ഉന്നയിച്ച രാഹുൽ ഈശ്വരനുള്ള പ്രശ്നം. അതായത് നമ്മളുടെ ഇന്നത്തെ ഒരു സാങ്കേതിക ഡെവലപ്മെന്റ് അനുസരിച്ച് നിങ്ങൾ ഈ മെമ്മറി കാർഡ് ഏതെങ്കിലും ഒരു ഉപകരണത്തിലിട്ട് കോപ്പി ചെയ്താൽ ഹാഷ് വാല്യൂ മാറണം എന്നില്ല. പക്ഷെ മിനി ഇതിനകത്ത് ഒരു സെക്കൻഡ് അല്ല അങ്ങ് വ്യക്തത വരുത്തും, അത് നല്ലതാണല്ലോ. ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ട് ടാമ്പർ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങ് പറയുന്നത് ടാമ്പർ ചെയ്തിട്ടില്ല എങ്കിലും പകർത്താൻ കഴിയും, ഹാഷ് വാല്യൂ ദൃശ്യത്തിന്റെ ഹാഷ് വാല്യൂ മാറാതെ തന്നെ പകർത്താൻ കഴിയുമെന്നാണോ? അല്ല, ഈ വേണു ഈ കേസിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇച്ചിരി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾക്ക് ഇത് ഒരു ഒറ്റ ഷൂട്ടിൽ പോകാൻ പറ്റുന്ന സാധനമല്ല. അതായത് ഒരു മെമ്മറി കാർഡാണ് ഒരു കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് വന്നത്. ഈ മെമ്മറി കാർഡ് കോടതിയുടെ ചെസ്റ്റിന്റെ ഉള്ളിൽ, ചെസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ലേ, ആ ചെസ്റ്റിൽ ഇരുന്നതാണ്. അത് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അത് പരിശോധിക്കാൻ വേണ്ടി ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സിനും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കും പരിശോധിക്കാൻ വേണ്ടി 2 പെൻഡ്രൈവ് നൽകിയിരുന്നു. ഈ മെമ്മറി കാർഡ് നിങ്ങൾ എല്ലാ കാലത്തും, അത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായതുകൊണ്ട് തന്നെ എവിഡൻസിൽ മാർക്ക് ചെയ്യാൻ മാത്രമാണ് അത് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഉപയോഗിച്ച് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്യുമ്പോൾ ഈ മെമ്മറി കാർഡ്, ഏത് മെമ്മറി കാർഡാണ് മാർക്ക് ചെയ്തത്? ഇന്ന ഹാഷ് വാല്യൂ ഉള്ള ഇന്ന മെമ്മറി കാർഡാണ് മാർക്ക് ചെയ്തത്. ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാർക്ക് ചെയ്തതല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? യഥാർത്ഥത്തിൽ അതിന്റെ ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നു. ഞാൻ പക്ഷെ മാർക്ക് ചെയ്തിരിക്കുന്നത് വേറെ ഹാഷ് വാല്യൂ ഉള്ള ഒരു മെമ്മറി കാർഡാണ്. അപ്പൊ കേസ് പോയാ അത് ആർക്കും അറിയണില്ല. പകരം ഇത് CFSL അയച്ച് അവിടെ നിന്ന് ഒരു റിപ്പോർട്ട് വന്നാൽ അത് പ്രതിയുടെ കൈവശം മാത്രമുള്ളൂ, വേറെ ആരോടും കാണിക്കാൻ പാടില്ല. പ്രതിയുടെ ഡിഫൻസ് വരുന്ന സമയത്ത് ഇത് കാണിക്കുന്നു, ദേ മെമ്മറി കാർഡ്, ഈ മാർക്ക് ചെയ്തേക്കണ മെമ്മറി കാർഡ് ആ ഹാഷ് വാല്യൂ ഉള്ളതല്ല. അപ്പൊ അതുകൊണ്ട് കേസ് കോൺട്രഡിക്ഷൻ ആയി. തീർന്ന പിന്നെ കേസ് എങ്ങനെ മുന്നോട്ട് പോകും? അതിനു വേണ്ടി ഈ ടാമ്പർ ചെയ്യുക എന്ന് പറയുന്നത്, ഹാഷ് വാല്യൂ മാറ്റാൻ വേണ്ടി നിങ്ങളൊരു ഡോക്യുമെന്റ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ഒരു കാരണവശാലും വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഉപകരണങ്ങളിൽ ഇട്ട് പരീക്ഷിച്ചു നോക്കുമ്പോഴും ഹാഷ് വാല്യൂ മാറാം. അപ്പൊ അത് ഹാഷ് വാല്യൂ മാറിയത് ടാമ്പറിംഗ് ആണോ കോപ്പിയിങ് ആണോ? ഇതൊക്കെ എങ്ങനെ മനസ്സിലാവും? ഇത് അന്വേഷണം നടത്തണ്ടേ? ഇവരെന്തിനാണ് തടസ്സം നിൽക്കുന്ന അന്വേഷണത്തിന്? ഇത് വെറും ഒരു ഫാക്ട് ഫൈൻഡിങ് എൻക്വയറി പോരാ, ഇത് ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. എനിക്കൊരു വ്യക്തത വരാൻ വേണ്ടി ചോദിക്കുകയാണ് TB മിനി. അല്ല, ഇപ്പോഴത്തെ ജഡ്ജി ഈ ഫാക്ട് ഫൈൻഡിങ്ങിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സംവിധാനങ്ങളുടെയും സഹായം തേടിയിട്ടില്ല എന്ന് സമ്മതിച്ചു. എൻ്റെ ചോദ്യം അതല്ല, ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ടല്ലോ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്ന് പറയുന്നത്, അതിൽ വരുത്തിയിരിക്കുന്ന കൃത്രിമം ആര് നടത്തിയെന്നാണ്, എങ്ങനെ നടത്തിയെന്നാണ്? ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്നല്ല, അതാണ് വേണു. ഇതിന്റെ ഹാഷ് വാല്യൂ, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. അതേസമയം ഈ വീഡിയോസിന്റെ 8 വീഡിയോസിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. മനസ്സിലായ? ഒരു വരി കൂടി ആഡ് ചെയ്തോട്ടെ. ശരി, ഒരു സെക്കൻഡ് മിനി രാഹുൽ. അല്ല, പക്ഷേ അല്ലല്ല, മിനി പറഞ്ഞ കാര്യം യോജിക്കാന്ന് വെച്ചാൽ മിനി ആത്യന്തികമായി പറയുന്നത് അത് ടാമ്പർ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞ കാര്യം മാത്രം. അതായത് മിനി മാഡം പറഞ്ഞ കാര്യം ഹാഷ് വാല്യൂ മാറിയോ ഇല്ലെന്ന് ചോദ്യം കുറെ കൂടെ സ്പെസിഫിക് ആകണം. ഒന്ന്, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയോ? മാറി. പക്ഷെ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയോ? മാറിയില്ല. ഇതാണ് അതിന്റെ കറക്റ്റ് വസ്തുത. 2, അതിന്റെ വാദം, ഇനിയും അത് ഫാക്ട് ആണ്, അതിന്റെ വാദം, എന്റെ അടക്കമുള്ള വാദം, മെമ്മറി കാർഡിന്റെ ഒരു ഇട്ട് അതിന്റെ പേര് മാറ്റിയാലോ അതിലൊരു എന്റെ രാഹുൽ എന്ന് പറയുന്നത് രാഹുൽ 1 ആക്കിയാൽ പോലും മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറും. പക്ഷേ നേരത്തെ ശ്രീ വേണു ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ, വളരെ നന്നായി ചൂണ്ടിക്കാണിച്ച പോലെ ഒരു മാധ്യമപ്രവർത്തനം ചെയ്യാറില്ല. അതായത് ഫയലുകളുടെ സാങ്ക്ടിറ്റിയോ ഫയലുകളുടെ ഹാഷ് വാല്യൂയോ മാറിയിട്ടില്ല. 2, പക്ഷെ ഇതിനെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടാകാം. ആ ആശങ്കകൾ പരിഹരിക്കേണ്ടെന്ന് ആർക്കും ഇതില്ല. കോടതിക്ക് ബെറ്റർ ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ പ്രൊസീജിയർ വേണം, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ കേസ് മദർ കേസുമായിട്ട് ബെയറിംഗ് ഇല്ല. 2, ഫയലുകളുടെ ഹാഷ് വാല്യൂ അല്ലല്ല, ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്ന് തന്നെയല്ലേ രാഹുലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മാറിയിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? മിനി അതിനൊരു മറുപടി. അതെ, ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അതെ, അത് 8 വീഡിയോസിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ടാമ്പറിംഗ് അറിയാമോ? ഈ
നമ്മുടെ ഈ മെമ്മറി കാർഡിന്റെ, അതായത് ഇത് മാർക്ക് ചെയ്യണത് ഈ മെമ്മറി കാർഡാണ് അല്ലെ, ഇന്ന ഹാഷ് വാല്യൂ ഉള്ള ഇന്ന മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ ഉള്ളത് മാർക്ക് ചെയ്തതിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറയുന്നത് സപ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ അത് മാർക്ക് ചെയ്യപ്പെടുകയാണ്. അത് നമുക്കറിയാതെ, മനസ്സിലായ? അങ്ങനെ മാർക്ക് ചെയ്തതല്ല യഥാർത്ഥത്തിൽ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ മെമ്മറി കാർഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോൺട്രഡിക്ഷൻ ക്ലിയർ ആയി പ്രതിക്ക് അനുകൂലമാണ്. ഇതാണ് വീഡിയോന്റെ ഹാഷ് വാല്യൂ മാറിയതല്ല. രാഹുൽ വേണം ഒറ്റ വരി മാത്രം സജി സാറിനോട് ക്ഷമ ചോദിക്കുന്നു, ഒറ്റ വരി മാത്രം. അതായത് കൗസർ എടപ്പൻ സാറിന്റെ കോടതിയിലേക്ക് മിനി മാഡം തന്നെ ഇടപെട്ട് അതിനൊരു പ്രതിവിധി കണ്ടുപിടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് വേറൊരു രീതിയിലും ഇത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ മിറർ കോപ്പി അടക്കം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും ഇതിൽ ആശങ്ക വേണ്ട. നമുക്ക് ഈ വാദങ്ങളിൽ വിയോജിക്കാം, പക്ഷെ ഫാക്ടുകളിൽ വിയോജിക്കാൻ കഴിയില്ല. വസ്തുതകളിൽ നമുക്ക് വിയോജിക്കാൻ കഴിയില്ല, വ്യാഖ്യാനങ്ങളിൽ വിയോജിക്കാം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇല്ലെങ്കിൽ മിനി മാഡം തിരുത്താം, മിനി മാഡം അടക്കമുള്ളവർ വളരെ ബുദ്ധിപൂർവമായി തന്നെ ഇടപെട്ട് ഇത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ഓൾറെഡി ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല, എന്നാൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് കോടതിയുടെ വിശ്വാസ്യത തകർന്നു എന്ന് സാധാരണക്കാരനൊരു പ്രതിധ്വനി കൊടുക്കുന്ന രീതിയിൽ സാധാരണക്കാർ പെരുമാറരുത്. അത് തമ്പി സാർ ചെയ്യില്ല, അത് അഡ്വക്കേറ്റ് ആണ്, മിനി മാഡം ചെയ്യില്ല, വളരെ പ്രമുഖരാണ്. പക്ഷേ രാഹുൽ, ഇത് കണ്ട ഒരാൾ അദ്ദേഹത്തിന്റെ ഫോൺ നശിപ്പിക്കുന്നു, മറ്റൊരാൾ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അതെന്തിന്? തീർച്ചയായിട്ടും മെയ് 20 വരുമ്പോൾ കോടതി എന്താ നടപടി എന്ന് പറഞ്ഞാൽ എടുക്കട്ടെ. അല്ല, അങ്ങനെയല്ലല്ലോ വേണ്ടത്. നമുക്കൊരു കാര്യത്തിൽ അങ്ങേക്ക് സംശയം ഇല്ലാത്തതുപോലെ അതിൽ പങ്കാളികളായവർ അതിന്റെ തെളിവ് നശിപ്പിക്കുന്നുവെങ്കിൽ അതിൽ അങ്ങ് ഒരു സംശയവും കാണുന്നില്ല, അത് കോടതി പരിശോധിക്കട്ടെ എന്നാണ് പറയുന്നത്. ഭയങ്കര ലോഡഡ് വേർഡ്സ് ആണ് ശ്രീ വേണു. തെളിവ് നശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ലോഡഡ് ആയ ഒരു വാക്കാണ്. അതിനൊക്കെ ഒരുപാട് തെളിവെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ആ ഫോൺ നശിപ്പിച്ചു എന്ന് അവർ പറയല്ലേ. മഹേഷ് പറയുന്നു ഫോൺ നശിപ്പിച്ചു, അല്ല താജുദ്ദീൻ പറയുന്നു ഫോൺ നഷ്ടപ്പെട്ടു. അതിലെന്താണ് വാല്യൂ ലോഡഡ് ആയിട്ടുള്ള എന്ത് വാക്കാണ്? തെളിവ് നശിപ്പിക്കുക എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ആ ഫോണാണ് സാർ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ ആ വാക്കിൽ പിടിക്കുന്ന ആ സൂക്ഷ്മതയുള്ള അങ്ങയുടെ ബുദ്ധിയോടുള്ള എന്റെ ചോദ്യം, ഒരു ഭാഗത്ത് അങ്ങ് പറയുകയാണ് ഇതിന്റെ ഹാഷ് വാല്യൂ ഒന്നും മാറിയിട്ടില്ല, അത് കണ്ട ആളുകൾ അവരുടെ ഫോണുകൾ നശിപ്പിക്കുന്നു. ആ കാര്യം ചോദിക്കുമ്പോൾ അങ്ങ് പറയുകയാണ് അത് കോടതി ഇനി പരിശോധിക്കട്ടെ എന്ന്. അതെന്താണ് സംഭവിച്ചത്? ഇപ്പൊ എന്റെ വേണുവിന്റെ കഴിഞ്ഞ വർഷത്തെ ഫോൺ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ വേണുവിന് അറിയാമോ? എനിക്കറിയില്ല. ശ്രീ വേണുജിയുടെ 2 വർഷം മുമ്പത്തെ ഫോൺ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്റെ ഫോൺ എവിടെയാണെന്ന് എനിക്കറിയില്ല. അത് കാരണം ഞാൻ തെളിവ് നശിപ്പിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥം. ശരി, അവസാനമായി അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇവിടെ ഇപ്പോൾ ഈ രാഹുൽ അടക്കമുള്ളവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ഈ മാതൃ കേസിനെ ഇത് ബാധിക്കില്ല എന്നാണ്. പക്ഷെ മിനി അടക്കമുള്ളവർ ഇപ്പോൾ കോടതി സമക്ഷം പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, വിചാരണയിൽ നിന്നുള്ള ഒരു മാധ്യമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. വിചാരണയിൽ നിന്നുള്ള തെളിവുകളും രേഖകളും എൻക്വയറിയിൽ കൂട്ടിക്കുഴച്ചത് വിചാരണയിൽ പ്രതിഭാഗത്തിന് നേട്ടമാകും. ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനെ പറ്റിയുള്ള അതിജീവിതയുടെ ആശങ്കയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മദർ കേസുമായി ബന്ധപ്പെട്ടതാണ്. വിചാരണയിൽ നിന്നുള്ള തെളിവുകളും രേഖകളും ഈ ജഡ്ജി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഇതെല്ലാം കൂട്ടിക്കുഴച്ചത് വിചാരണയിൽ പ്രതിഭാഗത്തിന് നേട്ടമാകും. മറ്റൊരു കാര്യം ഇവർ ചൂണ്ടിക്കാട്ടുന്നത്, അങ്കമാലി മജിസ്ട്രേറ്റ് നൽകിയ മൊഴി അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് തെറ്റും നടപടി ആവശ്യപ്പെടുന്ന പെരുമാറ്റ ദൂഷ്യവുമാണ്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് ദിലീപിന്റെ അഭിഭാഷകർ ദൃശ്യങ്ങൾ കണ്ടുവെന്നത് അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിഭാഗത്തിനെതിരായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇത് രണ്ടും മദർ കേസിനെ ബാധിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും ഒരു വിചാരണയുടെ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തീർച്ചയായിട്ടും യാതൊരു സംശയവും വേണ്ട. കാരണം ഒരു വിചാരണയുടെ ഘട്ടത്തിൽ നമുക്കറിയാം, വിചാരണയുടെ ഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ടാമ്പറിങ് ആയാലും ശരി, എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളായാലും ശരി, അതെന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അതിൻ്റെ എല്ലാം ബെനിഫിറ്റ് കിട്ടുന്നത് പ്രതിഭാഗത്തിനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മദർ കേസുമായി യാതൊരു ബന്ധവും ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾക്കില്ല എന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആ കേസിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കേസിൽ ആ കേസിൻ്റെ ബിഫോർ പ്രൊണൗൺസിങ് ദ ജഡ്ജ്മെൻറ്റ് എന്ത് ഡെവലപ്മെൻറ്റും ഉണ്ടാകാം, ഏത് സാക്ഷിയെയും വീണ്ടും വിസ്തരിക്കാം, എന്ത് തെളിവുകളും ഹാജരാക്കാം. ബിഫോർ പ്രൊണൗൺസിങ് ദ ജഡ്ജ്മെൻറ്റ് പ്രോസിക്യൂഷന് അവകാശമുണ്ട്, പ്രതിഭാഗത്തിന് അവകാശമുണ്ട്. അപ്പോൾ ഈ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് എല്ലാം തന്നെ ആ കേസിലും ചിലപ്പോൾ, ഉറപ്പായിട്ട് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാനും അത് പ്രോസിക്യൂഷൻ അനുകൂലമായും പ്രതിഭാഗത്തിന് അനുകൂലമായും എല്ലാം മാറ്റങ്ങൾ സംഭവിക്കാം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഈ അന്വേഷണ റിപ്പോർട്ടിൽ തൃപ്തയല്ല, ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ അന്വേഷണ റിപ്പോർട്ടിൽ തൃപ്തയല്ല എന്നുള്ള
അതിജീവിതയുടെ പരാതിയാണ്. ആ അതിജീവിതയുടെ പരാതി ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട്. അതിജീവിതയ്ക്കാണ് ഇതിൽ ഏറ്റവും നഷ്ടം സംഭവിച്ചിരിക്കുന്ന വ്യക്തി. അവർ തന്നെ പറയുന്നു, ഐ ആം നോട്ട് ഹാപ്പി, ഞാൻ ഇതിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, നാച്ചുറൽ ജസ്റ്റിസ് കംപ്ലൈ ചെയ്തിട്ടില്ല, എൻ്റെ മൊഴി എടുത്തിട്ടില്ല, എൻ്റെ ഭാഗം കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് അവർ ഇതിൽ റേസ് ചെയ്തിട്ടുണ്ട്. ശരി. ആ പോയിന്റ്സ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ ശരി. 30 സെക്കൻഡ്. രാഹുൽ, ഈ മദർ കേസുമായി ബന്ധമുള്ളതിന്റെ 2 വാദങ്ങൾ, അതിനുള്ള മറുപടി. ബന്ധമാണ്. അതിജീവിതയ്ക്ക് ഈ കേസുമായിട്ട് എങ്ങനെയാണ് അതിജീവിതയുടെ മൊഴി എടുക്കണമെന്ന് എന്റെ പരിമിതമായ നിയമത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യം, കോടതിയിൽ അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ടായാൽ അതിജീവിതയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എങ്ങനെ മൊഴി എടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിജീവിത ഇത് റേസ് ചെയ്തിട്ടുള്ളതാണ്. അവരെ ഇതിന്റെ ഭാഗമാക്കിയില്ലെന്ന്. അവരെ എങ്ങനെ ഭാഗമാക്കാനാണെന്ന് എന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അപക്വത കൊണ്ടായിരിക്കാം, എനിക്ക് മനസ്സിലാവുന്നില്ല. അതിജീവിതയ്ക്ക് ഇതിൽ എന്താണ് റോൾ? അവരെ എങ്ങനെയാണ് ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കുന്നത്? രാഹുൽ, വേഗം ഈ 2 കാര്യങ്ങൾ, മദർ കേസുമായി ബന്ധമില്ല എന്ന് പറഞ്ഞതിന്റെ 2 കാര്യങ്ങൾ ഞാനിവിടെ വായിക്കുകയുണ്ടായി, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അങ്ങയുടെ മറുപടി. കേസുമായിട്ട് ഇതിന് ബന്ധമില്ല. മദർ കേസ് 4-5 മാസത്തിനുള്ളിൽ തീരും. അതല്ലല്ലോ, അതിന്റെ നാൾ വഴി അല്ല പറഞ്ഞത്. അതല്ലല്ലോ പറഞ്ഞത്. വിചാരണയിൽ നിന്നുള്ള തെളിവുകളും രേഖകളും എൻക്വയറിയിൽ കൂട്ടിക്കുഴച്ചത് വിചാരണയിൽ പ്രതിഭാഗത്തിന് നേട്ടമാകും. അത് ഈ ഹാഷ് വാല്യൂ റിപ്പോർട്ടിനെ പറ്റിയാണ് പറയുന്നത്. അതൊക്കെ ടു ബ്രോഡായി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതായത് എന്തെങ്കിലും രീതിയിൽ ഈ കേസിനെ ഒന്ന് അജിറ്റേറ്റ് ചെയ്യാനും ട്രയലിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യാനും വേണ്ടി പറയുന്നതാണ്. അതിനപ്പുറം മീനിങ് ഇല്ല. പക്ഷേ ഈ പോയിന്റും വളരെ എനിക്കറിയില്ല, അതിലും അറിയാത്തതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ആ പോയിന്റ് റേസ് ചെയ്യാത്തത്. എങ്ങനെയാണ് അതിജീവിത ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാക്കുന്നത്? അതിജീവയ്ക്ക് എങ്ങനെയാണ് അതിലെ സ്കോപ്പ് ഉണ്ടാകുന്നത്? ശരി. എന്തായാലും പ്രിയദർശൻ തമ്പി പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ വിചാരണ ജഡ്ജി ഹാഷ് വാല്യൂ മാറ്റവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ കാര്യത്തിൽ അസംതൃപ്തയാണ് അതിജീവിത. അവരുടെ ഇൻസ്റ്റാഗ്രാമിലെ ഇന്നത്തെ ആ പോസ്റ്റിൽ നിന്ന് അത് വ്യക്തവുമാണ്. എന്തായാലും ഈ 30-ാം തീയതി ഇത് ഹൈക്കോടതി കേൾക്കുകയാണ്. അതിജീവിത ആഗ്രഹിക്കുന്നത് പോലെ ഹൈക്കോടതി നീതിയുടെ കോട്ടയാകട്ടെ. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു.